സോ ഈ വീഡിയോയിലൂടെ ലോകേഷ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ടറാണ്, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ മികച്ചൊരു ഡയറക്ടറാണ്, ലോകേഷിനെ ആരും കുറ്റം പറയേണ്ട എന്നിങ്ങനെയുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയാനായി ഉദ്ദേശിക്കുന്നത്. പകരം ലോകേഷിനെ ഒരു സമയത്ത് വളരെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന, ആരും കുറ്റം പറയാനായി അനുവദിക്കാതിരുന്ന ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ലോകേഷിനെ താഴ്ത്തിക്കെട്ടുകയും ലോകേഷ് വെറും ഗുണ്ടുപടങ്ങളുടെ ഡയറക്ടറാണ്, ലോകേഷിന്റെ പടങ്ങളെല്ലാം കോപ്പിയാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ ഗ്രാഫ് താഴ്ന്നു പോവുകയാണ്, ലോകേഷിന്റെ അടുത്ത പടം പൊട്ടും, ലോകേഷ് എപ്പോഴും ഒരേ ജോണറിലുള്ള സിനിമകൾ തന്നെയാണ് ചെയ്യുന്നത്, മറ്റേതെങ്കിലും ഒരു ജോണറിലെ സിനിമ ചെയ്ത് അത് വിജയിപ്പിച്ച് കാണിക്കട്ടെ, എന്നിട്ട് മികച്ച സംവിധായകനാണെന്ന് പറയാം എന്നിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെക്കുറിച്ചും അവർക്കുള്ള മറുപടിയുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. അവസാനമായി നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായി പോകുന്നത്. അതായത് ആ വീഡിയോയിൽ കൂലി എന്ന ചിത്രത്തെക്കുറിച്ച് മോശമായി പറയുന്നതോ ലോകേഷിനെ കുറിച്ച് അവരുടെ അഭിപ്രായം പറയുന്നതോ ഒന്നുമല്ല, പകരം രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ അതിന് മറ്റു പല പേരുകളും പറയും, അത്തരത്തിൽ ഒരേ കാര്യത്തെപ്പറ്റി തന്നെ രണ്ട് നിലപാടെടുക്കുന്ന ചിലരെ പറ്റിയായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം അശ്വന്ത് ഹോക്കും ലോകേഷിനെ പറ്റി ഇങ്ങനെ മോശമായി പറഞ്ഞവരെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഇത്തരക്കാർ വീണ്ടും ഒരു ന്യായീകരണ വീഡിയോയുമായി വരികയുണ്ടായി. ആ വീഡിയോയിലും അവർ ഇത്തരം കാര്യങ്ങൾ തന്നെ ലോകേഷിനെ കൂടുതൽ മോശമായി ചിത്രീകരിക്കുകയും പല കാര്യങ്ങളും പറയുകയുമുണ്ടായി. അതിലൊന്നാമത്തത്, ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് ലോകേഷിന്റെ കൈദി നല്ല ചിത്രമായിരുന്നു, വിക്രം കൊള്ളാമായിരുന്നു എന്നെല്ലാം പറയുകയും എന്നാൽ മാസ്റ്റർ എന്ന ചിത്രം അത്ര പോരായിരുന്നു, അതിൽ തനിക്ക് പരാജയം സംഭവിച്ചത് അല്ലെങ്കിൽ നെഗറ്റീവുകൾ സംഭവിച്ചത് അതിൻ്റെ 50% താൻ സ്വന്തമായി എഴുതിയതും 50% വിജയ് അതിൽ കൈകടത്തിയത് കൊണ്ടുമാണ് എന്നിങ്ങനെ പരാജയത്തെ മറച്ചുവെക്കാനായി ലോകേഷ് ന്യായീകരിച്ചു എന്ന് ഇവർ ഈ വീഡിയോയിൽ എടുത്തു തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂലി എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ നെഗറ്റീവുകൾ വരുമ്പോൾ കൂലി ആരെല്ലാമോ ഫോഴ്സ് ചെയ്ത് ചെയ്യിച്ചതാണ് എന്ന് ലോകേഷ് ന്യായീകരിക്കുന്നുണ്ട്. ന്യായീകരണം എന്നെല്ലാമാണ് ഇവർ ആ വീഡിയോയിൽ പറയുന്നത്. അതായത് മാസ്റ്റർ എന്ന ചിത്രത്തിൽ ലോകേഷിന് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂലിയിൽ ലോകേഷിന് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റുള്ളവർ കൈകടത്തിയത് കൊണ്ടാണ് എന്ന് പറയുന്നത് ലോകേഷിന്റെ ന്യായീകരണമാണ് എന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത്. എന്നിട്ട് ലോകേഷിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ കൂലിയുടെ റിവ്യൂവിൻ്റെ താഴെ വന്നുകൊണ്ട് ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ലോകേഷ് എന്താ ഇവരുടെ തന്തയാണോ, തന്തയേക്കാൾ സ്നേഹം ലോകേഷിനോടാണോ എന്നെല്ലാം ഇവർ ചോദിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ലിയോ എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷം ആ ചിത്രത്തിന്റെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ വന്നപ്പോൾ ലോകേഷ് തന്നെ വന്നുകൊണ്ട് ഒരു പക്ഷേ അത് മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിലുള്ളതല്ലേ, ആ ഒരു ഫ്ലാഷ് ബാക്ക് ഫേക്ക് ആകാം എന്ന് പറഞ്ഞപ്പോൾ അതും ഇതേപോലെ ലോകേഷിന്റെ ഒരു ന്യായീകരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ നിങ്ങൾ വന്നുകൊണ്ട് ലോകേഷിനെ കുറ്റം പറയുന്നോടാ, ലോകേഷിന്റെ വീഡിയോകൾ ചെയ്തിട്ട് ലോകേഷിനെ കുറ്റം പറയുന്നോടാ എന്നിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അന്ന് ലോകേഷിനെതിരെ സംസാരിച്ചവർക്കെതിരെ ശബ്ദമുയർത്തി നിങ്ങൾ ലോകേഷിനെ അന്നങ്ങ് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഇന്ന് തിരിച്ച് ലോകേഷിനെ എതിർത്ത് ലോകേഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ തന്തയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അന്നെന്താ ലോകേഷ് നിങ്ങളുടെ തന്തയായിരുന്ന, എന്നിട്ട് ഇപ്പോൾ ആ തന്ത പിണങ്ങിപ്പോയാ? അതായത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായിരിക്കുന്ന സമയത്ത്, ഒരു സംവിധായകനെ നടനെ ഇഷ്ടമായിരിക്കുന്ന സമയത്ത് അവരെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യും, അവർക്കെതിരെ വീഡിയോ ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമാകാതെ വരുന്ന സമയത്ത് അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞാൽ ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഉടനെ ആ സംവിധായകനെ പിടിച്ച് അവരുടെ തന്തയാക്കി കളയും. അതിൻ്റെ കൂടെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകേഷിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു, ലോകേഷിനെ പറ്റി ഇത്രയും പൊക്കി പറയുന്നത് സത്യത്തിൽ ലോകേഷ് പോലും അറിഞ്ഞു കാണില്ലേ ഇവിടെ അടിയൊക്കെ നടക്കുന്നത്. ഇതേപോലെ തന്നെയല്ലേ സഹോദരങ്ങളെ അന്ന് ലോകേഷിൻ്റെ ഒരു വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞത് ലോകേഷ് പോലും അറിഞ്ഞു കാണില്ല, പകരം നിങ്ങളല്ലേ അത് എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്ത്. അതായത് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യും, ആരെ പറ്റിയുള്ള വീഡിയോയും ചെയ്യും, എന്നാൽ നിങ്ങൾക്കെതിരെ വല്ല വീഡിയോ ചെയ്താൽ ഉടനെ അത് കുഴപ്പമാവും. സോ ഇതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടുന്ന സ്വഭാവമെന്നോ അല്ലെങ്കിൽ മറ്റു പല പേരിട്ട് വിളിക്കുന്ന ആ കാര്യമെന്നോ. ഇനി നിങ്ങൾ പറഞ്ഞ് കോപ്പി അടിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അതായത് ലോകേഷിന്റെ മിക്ക സിനിമകളും കോപ്പിയാണ്, ഇങ്ങനെ ഒരു കോപ്പി അടിക്കുന്ന കാര്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സംവിധായകൻ ഫ്ലോപ്പായി അല്ലെങ്കിൽ അയാളുടെ ലെവൽ താഴ്ന്നു പോയി എന്നെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാൾ തന്നെയായിരുന്നു പ്രിയദർശൻ. ഇപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഒരു കാലത്ത് നമ്പർ 1 സംവിധായകരിൽ ഒരാൾ തന്നെയായിരുന്നു പ്രിയദർശൻ. എന്നാൽ പ്രിയദർശന്റെ മിക്ക സിനിമകളും കോപ്പിയായിരുന്നു. അന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മലയാളികൾക്ക് പരിചയമില്ലാതിരുന്ന ഇംഗ്ലീഷ് സിനിമകളും മറ്റുമാണ് ഇങ്ങോട്ടേക്ക് പ്രിയദർശൻ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം കോപ്പിയായിരുന്നുവെന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് പ്രിയദർശനെ ആരും മോശം സംവിധായകനായി അന്നും ഇന്നും കാണുന്നില്ല. കൂടാതെ ഈ ഫേസ്ബുക്കും മറ്റും ഉള്ള സമയത്ത് തന്നെ ഒപ്പം പോലെയുള്ള സിനിമകൾ വിജയിച്ചത് പ്രിയദർശൻ എന്ന സംവിധായകന്റെ കഴിവുകൊണ്ടാണ്. ഇനി അത് വേണ്ട, ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ജീത്തു ജോസഫ്. എന്നാൽ ജീത്തു ജോസഫിന്റെ മിക്ക സിനിമകളിലെയും പല കാര്യങ്ങളും കോപ്പി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഡിറ്റക്റ്റീവിന്റെ ക്ലൈമാക്സിൽ വരുന്ന ആ കൊല്ലുന്ന പ്രധാന പോയിന്റ് ആദ്യകാലത്തെ ജെയിംസ് ബോണ്ട് ചിത്രത്തിൽ നിന്നും കോപ്പി അടിച്ചിട്ടുള്ളതാണ്.
പിന്നീട് പൃഥ്വിരാജിനെ വെച്ച് സംവിധാനം ചെയ്തു വന്ന മെമ്മറീസിന്റെ ക്ലൈമാക്സിൽ വരുന്ന അക്വേറിയത്തിനകത്തൂടി വെടിവെക്കുന്ന കാര്യം കിസ് ദ ഗേൾസ് എന്ന മോർഗൻ ഫ്രീമാൻ ചിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അവിടെ അക്വേറിയത്തിന് പകരം ഒരു മിൽക്ക് പാക്കറ്റ് ആയിരുന്നു എന്ന് മാത്രം. ഇനി അവസാനമായി വിജയിച്ച നേർന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ അതും ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ കോപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ 12th മാൻ എന്ന ചിത്രം എടുക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ ചിത്രത്തിന്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടുമ്പോൾ മൊബൈലെല്ലാം വെച്ചുകൊണ്ട് അതിൽ വരുന്ന കോളുകളും മെസ്സേജും എല്ലാം നോക്കിയുള്ള ഒരു ഗെയിം പോലെയാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും അഗാത്ത ക്രിസ്റ്റിയുടെ മർഡർ ഓൺ ദി ഓറിയന്റ് എക്സ്പ്രസ്, ഡെത്ത് ഓൺ ദി നൈൽ തുടങ്ങിയ ചിത്രങ്ങൾ പോലെ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം മനുഷ്യർ ഒത്തുകൂടിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മർഡർ നടക്കുകയും അവിടെയുള്ള ഒരു കുറ്റാന്വേഷകൻ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ആ കൊലപാതകയെ കണ്ടെത്തുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചിരുന്നത്. സോ ഇങ്ങനെ നോക്കിയാൽ ജിത്തു ജോസഫിന്റെ മിക്ക ചിത്രങ്ങളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കോപ്പിയായിരുന്നു എന്ന് കാണാം. എന്ന് വെച്ചുകൊണ്ട് ജിത്തു ജോസഫിന്റെ കോപ്പിയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജിത്തു ജോസഫിന്റെ ലെവൽ താഴ്ന്നു, അദ്ദേഹം ഒരു മികച്ച സംവിധായകനല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ സമ്മതിച്ച് ജിത്തു ജോസഫിന്റെ മിക്ക സിനിമകളും ലോകേഷിന്റെ സിനിമകളിലെ മിക്ക കാര്യങ്ങളും കോപ്പി ാണ്, അതുകൊണ്ട് അദ്ദേഹം ഒരു മികച്ച സംവിധായകനല്ല, അദ്ദേഹത്തിന്റെ ലെവൽ താഴുന്നു എന്ന് പറഞ്ഞതുപോലെ ജിത്തു ജോസഫിന്റെ മിക്ക സിനിമകളിലെ കാര്യങ്ങളും കോപ്പിയടിയാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹം ഒരു മികച്ച സംവിധായകനല്ല, അദ്ദേഹത്തിന്റെ ലെവൽ താഴ്ന്നു എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ. പകരം ഇല്ലല്ലോ, അടുത്ത ജിത്തു ജോസഫിന്റെ സിനിമ വരുമ്പോഴും നിങ്ങൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഒരു സംവിധായകന്റെ സിനിമകൾ കോപ്പിയടിയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അയാളുടെ ലെവൽ താഴും, അയാൾ ഒരു മോശം സംവിധായകനാണ് എന്നെല്ലാം നിങ്ങൾ വാദിച്ചത് ശുദ്ധ പൊട്ടത്തരമാണെന്ന് മനസ്സിലാകും. പിന്നെ നിങ്ങൾ പറഞ്ഞ് പ്രിവിലേജിന്റെ കാര്യം, മറ്റ് സംവിധായകർക്ക് കൊടുക്കാത്ത പ്രിവിലേജ് ലോകേഷിന് പലരും കൊടുക്കുന്നുണ്ടെന്ന് സത്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരിക്കൽ പോലും ഒരു സംവിധായകനും മുൻതൂക്കം കൊടുത്തിട്ടില്ല. സംവിധായകൻ എന്നല്ല, നടന്മാരുടെ കാര്യമാണെങ്കിലും മിക്ക നടന്മാരുടെയും സംവിധായകരുടെയും സിനിമകളെക്കുറിച്ച് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ചൊരുക്ക് തീർക്കുന്നതാണ്. നിങ്ങൾ തന്നെ ഒരുപാട് പ്രിവിലേജ് എല്ലാം കൊടുത്തു, ഒരുപാട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ഒരു സംവിധായകനെ ഒരു പ്രശ്നം വന്ന സമയത്ത് അയാളെ ചവിട്ടി താഴെയിട്ട്, അന്ന് അച്ഛനെല്ലാമായിട്ട് കണ്ട് ഇന്ന് രണ്ടാം അച്ഛനാക്കി അയാളെ ചവിട്ടി താഴെയിട്ട് മാക്സിമം അയാളെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. LC ഉണ്ടാക്കിയത് ലോകേഷ് അല്ല, ഫാൻസാണ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. ആ ഒരു പുകമറയുടെ അകത്ത് നിന്നുകൊണ്ടാണ് ലോകേഷ് ഇതെല്ലാം ചെയ്യുന്നത്. ചേട്ടാ, ലോകേഷ് പറഞ്ഞ LC എന്നുള്ളൊരു കാര്യം ഉണ്ടാക്കാൻ നിങ്ങളോടോ എന്നോടോ അല്ലെ ഫാൻസിനോടോ ആരിലോടും പറഞ്ഞോ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കുക എന്നിട്ട് എന്നെ അങ്ങ് പൊക്കിക്കൊണ്ടുപോകാന്ന്? ലോകേഷ് എവിടെയും പറഞ്ഞിട്ടില്ല. LC എന്നൊരു കാര്യം നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ, ഫാൻസ് ഉണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്, അല്ലാതെ ലോകേഷിന്റെ കുഴപ്പമല്ല. ഇങ്ങനെ നിങ്ങൾ ഒരു കാര്യമില്ല അനാവശ്യമായിട്ട് അയാളുടെ പേരിൽ പല കാര്യങ്ങളങ്ങ് പറയുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീണു, അതിനെപ്പറ്റി ആളുകൾ നെഗറ്റീവ് പറയുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കാതെ വീണ്ടും ആ സംവിധായകനെ കുറ്റം പറഞ്ഞുകൊണ്ട്, മോശം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ലോകേഷിന്റെ എല്ലാ ചിത്രങ്ങളിലും ഒരേ ജോണറിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന്. ഇതൊന്ന് മാറ്റിപ്പിടിക്കുക, എന്നിട്ട് പറയാം മറ്റൊരു ജോണറിലുള്ള ചിത്രം ചെയ്യേ, എന്നിട്ട് അത് വിജയിപ്പിച്ച് കാണിക്കുക, എന്നിട്ട് മികച്ച സംവിധായകനാണെന്ന് പറയാം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇന്നത്തെ സംവിധായകരിൽ അല്ലെങ്കിൽ എഴുത്തുകാരിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ് ഷാഹി കബീർ. ഷാഹി കബീറിന്റെ ആദ്യ ചിത്രം ജോസഫിൽ ഒരു റിട്ടയർഡ് പോലീസുകാരന്റെ കഥയാണ് പറഞ്ഞിരുന്നത്. അതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരുന്നു. രണ്ടാമത് വന്നിരുന്ന നായാട്ടിലോ പോലീസുകാരുടെ കഥ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിലും ഒരു മർഡറിന്റെ കാര്യം വരുന്നുണ്ട്. മൂന്നാമത് സംവിധാനം ചെയ്തു വന്നിരുന്ന ഇലവീഴ പൂഞ്ചിറ എന്ന ചിത്രത്തിൽ പോലീസുകാരുടെ കഥ തന്നെയാണ് പറഞ്ഞിരുന്നത്. മർഡറും മറ്റും അതിലും വരുന്നുണ്ട്. നാലാമത് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി വന്നിരുന്ന ചിത്രമോ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതിലും പോലീസുകാരുടെ കഥ തന്നെ പറയുന്നു. മർഡറും മറ്റും അതിലും വരുന്നുണ്ട്. അവസാനം വന്നിട്ടുള്ള റോന്തോ ഇതേപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന 2 പോലീസുകാരുടെ കഥ പറയുന്നു. മർഡറും മറ്റും അതിലും സംഭവിക്കുന്നു. സോ ഷാഹി കബീർ തിരക്കഥ എഴുതിയിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും എടുക്കുമ്പോൾ അതിൽ പോലീസുകാരുടെ കഥയും അതിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. കൂടാതെ എല്ലാ ചിത്രങ്ങളിലും വന്നിരിക്കുന്ന മർഡർ കേസുകളും മറ്റും പ്രധാന കഥാപാത്രവുമായി ഡയറക്റ്റായി പേഴ്സണലായി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഷാഹി കബീറിന്റെ എല്ലാ ചിത്രങ്ങളും ഒരേ ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരേ രീതിയിലുള്ള കഥ പറച്ചിൽ തന്നെയാണ് മിക്ക സിനിമകളിലും നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഷാഹി കബീർ മികച്ചൊരു തിരക്കഥാകൃത്തല്ല, മികച്ചൊരു സംവിധായകനല്ല. അങ്ങനെയെല്ലാം പറയണമെങ്കിൽ അദ്ദേഹം മറ്റൊരു രീതിയിലുള്ള സിനിമ എടുത്തു കാണിക്കട്ടെ എന്നെല്ലാം പറയുന്നത് എന്ത് മണ്ടത്തരമാണ്. റോന്ത് എന്ന ചിത്രത്തിൽ മാത്രമായിരിക്കും ഷാഹി കബീറിന്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്. അതൊഴിച്ചു നോക്കുകയാണെങ്കിൽ ഷാഹി കബീർ മലയാളത്തിലെ ഇപ്പോൾ നിലവിലുള്ള മികച്ച സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ, മികച്ച സംവിധായകരിൽ ഒരാൾ തന്നെയാണെന്ന് പറയാം. സോ അത്തരത്തിൽ മറ്റൊരു ജോണറിലുള്ള ചിത്രം ലോകേഷ് ചെയ്ത് കാണിക്കട്ടെ, അത് വിജയിപ്പിച്ച് കാണിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം മികച്ചൊരു സംവിധായകനാണെന്ന് പറയാം എന്നുള്ള നിങ്ങളുടെ കണ്ടുപിടുത്തവും ആന മണ്ടത്തരമല്ല, തിമിംഗല മണ്ടത്തരം എന്ന് വേണം പറയാൻ. പിന്നെ നിങ്ങളുടെ മറ്റൊരു കണ്ടുപിടുത്തം,
കൈദിയും വിക്രവുമായി കണക്ട് ചെയ്തപ്പോൾ കൈദിയിലെ കുറച്ച് കാര്യങ്ങൾ വിക്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാണുന്നവർക്ക് പ്രേക്ഷകർക്ക് വലിയ കാര്യമായിട്ടെല്ലാം തോന്നാം. എന്നൊരു പേന എടുത്തെഴുതുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ ചേട്ടന്മാർ പറഞ്ഞിരുന്നു. എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്? കൈദിയും വിക്രവും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് ആ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്നത്. ലിയോയുടെ കാര്യം പോട്ടെ, പല കാര്യങ്ങളും കുത്തിക്കയറ്റിയതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ എഴുതുന്നത്, ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഒരു സീൻ എഴുതുന്നത്, ഒരു ഫ്രെയിം കമ്പോസ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ പാടുള്ള കാര്യമാണ്. ഞാനാണെങ്കിലും ഒരുപാട് സിനിമകളെക്കുറിച്ച് മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമ ഇങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് ഈ ഇറങ്ങിയിട്ടുള്ള കൂലിയിലെ കുറേ മിസ്റ്റേക്കുകളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഞാൻ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ച് ഇതെല്ലാം എഴുതുന്ന കാര്യത്തിൽ, ഇതെല്ലാം തിരക്കഥയായിട്ട് എഴുതുന്ന കാര്യത്തിൽ, ഈ സീനെല്ലാം എഴുതി കൂട്ടുന്ന കാര്യം വളരെ സിമ്പിളാണ് എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് അതിൻ്റേതായ പാടും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. കാണുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നും, എന്നാൽ അത് ചെയ്യുന്ന സമയത്തെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. സത്യത്തിൽ ആ വീഡിയോയിൽ നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞ പല കാര്യങ്ങളും ലോകേഷിനെ വ്യക്തിപരമായി കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നത് പോലെയാണ്. പിന്നെ പറഞ്ഞ് ജെയിംസ് ക്യാമറൂണിൻ്റെ അവതാർ 2 വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞല്ലോ എല്ലാവരും. ജെയിംസ് ക്യാമറൂണിൻ്റെ അത്രയും വരുമോ ലോക്കി എന്ന്? ജെയിംസ് ക്യാമറൂണിനെയും ക്രിസ്റ്റഫർ നോളനെയും എല്ലാം വെച്ച് നോക്കിയാൽ ഒരിക്കലും ലോക്കി അത്രത്തോളം എത്തില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ വീഡിയോയിൽ തന്നെ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ടാണ് ഇനി വരുന്ന ലോക്കിയുടെ ചിത്രങ്ങൾ വിജയിക്കില്ല, അല്ലെങ്കിൽ പൊട്ടും, ലോക്കി തീർന്നു കഴിഞ്ഞു, ഇനി ആ വണ്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട, കൈദി 2 പൊട്ടും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന്. എങ്കിൽ ജെയിംസ് ക്യാമറൂണിൻ്റെ അവതാർ 2 വന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് മറ്റുമാണ് വന്നതെങ്കിൽ പോലും അവതാർ 3 പൊട്ടിപ്പോകുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പിന്നെ ഡയറക്ടർ ശങ്കറിൻ്റെ കാര്യം പറഞ്ഞു. ലോക്കിയെക്കാട്ടിലും വലിയ സംവിധായകനാണല്ലോ ശങ്കർ. ശങ്കറിൻ്റെ ഇന്ത്യൻ 2 പൊട്ടിയ സമയത്ത് പലരും ഗെയിം ചേഞ്ചറും പൊട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ ആയില്ലേ? അത്തരത്തിലാണ് നിങ്ങൾ പറഞ്ഞതെന്ന്. ഒന്ന് ചോദിക്കട്ടെ, ഗെയിം ചേഞ്ചർ എന്ന ചിത്രം വിജയിക്കുമായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും, ആ ചിത്രം പൊട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആ കാര്യം തിരിച്ചെടുക്കാൻ സാധിക്കുമോ? സോ ആദ്യം ഒരു ചിത്രം ഇറങ്ങിയിട്ട് അത് പൊട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അല്ലാതെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതങ്ങ് പൊട്ടുമെന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഏത് സംവിധായകൻ്റെ ആണെങ്കിലും, ശങ്കറിൻ്റെ ആണെങ്കിലും, ജെയിംസ് ക്യാമറൂണിൻ്റെ ആണെങ്കിലും, ലോകേഷിൻ്റെ ആണെങ്കിലും, ജിത്തു ജോസഫിൻ്റെ ആണെങ്കിലും, ഏത് സംവിധായകൻ്റെ ആണെങ്കിലും മുൻ ചിത്രം വെച്ചുകൊണ്ട് അടുത്ത ചിത്രം പൊട്ടുമെന്നോ വിജയിക്കുമെന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. എത്ര വലിയ സംവിധായകനാണെങ്കിലും, മുൻ ചിത്രങ്ങൾ എല്ലാം വിജയിച്ചതാണെങ്കിലും അടുത്ത ചിത്രം പൊട്ടാനും, എത്ര പരാജയപ്പെട്ട സംവിധായകനാണെങ്കിലും അടുത്ത ചിത്രം വിജയിക്കാനും ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. അതുപോലെ ലോകേഷിന്റെ ഈ ചിത്രം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനു മുന്നേ വന്നിട്ടുള്ള ചിത്രത്തിന് കുറെ നെഗറ്റീവ് വന്നു എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം അങ്ങ് പൊട്ടും എന്ന് കരുതാതെ അദ്ദേഹത്തിന്റെ മറ്റ് ചിത്രങ്ങളുടെ സ്ക്രിപ്റ്റും മേക്കിങ്ങും എല്ലാം കണ്ടുകൊണ്ടാണ് ഇനി വരുന്ന ചിത്രങ്ങളിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പലരും വിശ്വസിക്കുന്നത്. അടുത്ത ചിത്രത്തിലൂടെ അദ്ദേഹം തിരിച്ചു വരികയോ പരാജയപ്പെടുകയോ അതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് അടുത്ത ചിത്രം പൊട്ടുമെന്ന് മുൻകൂറായി പറയുന്നത് ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയാണ്. പിന്നെ എന്താ പറഞ്ഞ് ലോകേഷിന്റെ പടം എല്ലാം വെറും ഗുണ്ടാപ്പടമാണ്, എല്ലാ പടത്തിലും ഡ്രഗ്സും കണ്ടെയ്നറും ഗോൾഡും ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന്. ചേട്ടാ, നിങ്ങൾക്ക് കൂലി ഇറങ്ങുന്നതിന് മുന്നേ അറിയാവുന്ന കാര്യമല്ലേ? കൈദി, വിക്രം, ലിയോ ഇതെല്ലാം തന്നെ ഒരേ ടൈപ്പിലുള്ള പടമാണ്, അത് നിങ്ങൾക്കും അറിയാം. സോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരേ ടൈപ്പിലുള്ള പടമാണ്, ഗുണ്ടാപ്പടമാണ്, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ കൂലി എന്ന ചിത്രത്തെ വെച്ചുകൊണ്ട് ഇത്രയും 19 വീഡിയോകൾ നിങ്ങൾ ചെയ്തത്? എല്ലാ വീഡിയോയിലും വന്നിരുന്നുകൊണ്ട് കൂലി റിയാക്ഷൻ, കൂലിയുടെ പോസ്റ്റർ റിയാക്ഷൻ, കൂലിയുടെ സോങ് റിയാക്ഷൻ, കൂലിയുടെ ടീസർ റിയാക്ഷൻ, കൂലിയുടെ ട്രെയിലർ റിയാക്ഷൻ, മോണിക്ക റിയാക്ഷൻ, ബെല്ലൂച്ചി റിയാക്ഷൻ, മലേന റിയാക്ഷൻ, സോറി ഞാൻ വിഷയത്തിൽ തെറ്റി പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 19 വീഡിയോ ചെയ്ത് കൂലിയെ പറ്റി ഹൈപ്പ് കൊടുത്ത്, ലോകേഷിനെ പറ്റി ഹൈപ്പ് കൊടുത്ത്, ഇങ്ങനെ എല്ലാം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ലോകേഷിന്റെ മുൻ ചിത്രങ്ങളെല്ലാം ഒരേ ടൈപ്പിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാണുന്ന മിക്ക കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ കാണുന്നതെന്ന്. അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പടം റിലീസായി അതിനുശേഷം ലോകേഷിനെ വന്ന് കുറ്റം പറഞ്ഞ് ആ സമയത്ത് ആരെങ്കിലും എതിർക്കുന്ന സമയത്ത് ലോകേഷിന്റെ എല്ലാ പടവും ഒരുപോലെയാണ്, എല്ലാത്തിലും ഡ്രഗ്സും കണ്ടെയ്നറും ഗുണ്ടാപ്പടമാണ്, ഇതൊക്കെ വെറുതെ ന്യായമായിട്ട് പറയാമെന്നല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾക്കും അറിയാം, കേൾക്കുന്ന ഞങ്ങൾക്കും അറിയാം. പകരം ഇങ്ങനെ ഒരേ ടൈപ്പ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ബോറായി തുടങ്ങുന്നുണ്ട് എന്നെല്ലാം പറയുവാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത്രയും നാൾ സെയിം പാറ്റേൺ പടങ്ങൾ കണ്ട് അതിന് ഹൈപ്പ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വന്നുകൊണ്ട് എല്ലാം ഗുണ്ടാപ്പടമാണ് എന്നെല്ലാം പറയുന്നത് നല്ല ന്യായീകരണമായിപ്പോയി. സോ നിങ്ങൾക്ക് കൂലി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ലോകേഷിൻ്റെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഏതെങ്കിലും സംവിധായകൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത് പറയാം. എന്നാൽ ലോകേഷിനെ പറ്റി പണ്ട് ഒരുപാട് പൊക്കി പറഞ്ഞ് അയാളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഉടനെ വന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ ഇപ്പോൾ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതും ആരും പറയാത്ത രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട്, പേഴ്സണലായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, അയാളുടെ കഴിവിനെ കുറച്ച് കാണുന്നത് പോലെയുള്ള, വരും ചിത്രങ്ങൾ പൊട്ടുവെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് മോശമായി പോകുന്നത്. സോ തെറ്റുകൾ ആർക്കും സംഭവിക്കാം, ലോകേഷിനാണെങ്കിലും സംഭവിക്കാം, മറ്റ് സംവിധായകർക്കാണെങ്കിലും സംഭവിക്കാം, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സംഭവിക്കാം. സോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് അത് തിരുത്തി പറയാൻ ശ്രമിക്കാതെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
ആ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. സോ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തി ഇത്തരം കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.